ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 ദിവസം മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ യു എയിലുള്ള ടൈമിലെടുത്തതാണ്. ഞാൻ എൻ്റെ അവിടുന്ന് വെല്ലേച്ചൻ്റെ അവിടേക്ക് 2-3 ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് കുറേ ആയി. ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇടണ്ടേ എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു. എനിക്ക് മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. ഇതൊരു 1 മാസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ രാവിലെ ഞാൻ എണീക്കല്ല, ഞാൻ കിടക്കണം. അപ്പോൾ ദക്ഷൂട്ടനെ എണീറ്റ് എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ബെഡിൽ കിടന്ന് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അങ്ങനെ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് രാവിലെ നമുക്ക് ഉപ്മാവായിരുന്നു കേട്ടോ. ഉപ്മാവും പഴം ഉണ്ടായിരുന്നു, മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ ദക്ഷിണ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം. അപ്പോൾ ഞാൻ കഴിക്കണം. എനിക്കിത്ര അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു 7-8 മണിയാണ് ടൈം കേട്ടോ. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നാലും കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ ചാവടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ദക്ഷതയെ കളിക്കുക തന്നെയായിട്ട്. ഞങ്ങൾ കുറേ നേരം കളിക്കും, പിന്നെ പുറത്തിറങ്ങി കളിച്ചു, അകത്തിരുന്ന് കുറേ നേരം കളിച്ചു, പിന്നെ ഞങ്ങൾ കുറേ കഥ പറഞ്ഞിരിക്കും. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കളിക്കുമായിരുന്നു. പിന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയുടെ പണിയാളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ വല്യമ്മയും ഞങ്ങളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതേ കാർട്ടൂണും കാണുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കാർട്ടൂണും കാണുന്നുണ്ട്. അപ്പോൾ ഞാനും ദക്ഷിണ വല്യമ്മയും കൂടി കളിക്കുകയാണ്. പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തല കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, മേലെ കഴുകിയിട്ട് വീണ്ടും ഒരു 11 മണി 10:30 സമയത്തുള്ളൊരു ചായ കൂടി കേട്ടത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കൂടുതൽ ഞാനും ദക്ഷുട്ടനും കൂടി കളിക്കുന്നത് കേട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പം ഞാനിത് അപ്ലോഡ് ചെയ്യാതെ ഇരുന്നാൽ പിന്നെ അതൊരു മെമ്മറി ആയിട്ട് ഇതിൽ കിടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ മടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. അധികം ഞങ്ങൾ കുറേ നേരം പുറത്തിറങ്ങി കളിക്കും, അകത്തിരുന്ന് കളിക്കും, അങ്ങനെയൊക്കെ. പിന്നെ കുറേ കഥ പറഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പം നമുക്കിന്ന് ഭക്ഷണത്തിന് നല്ല ചോറും അച്ചാറും ഉപ്പേരി, പിന്നെ ഞണ്ടക്കറി ഉണ്ടായിരുന്നു, പപ്പടം, ഇതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു. ദക്ഷുട്ടന് ചോറ് കൊടുത്തിട്ട് അവൻ കഴിക്കണില്ല. അപ്പോൾ അവന് കുറച്ച് ഉപ്പുമാവും പപ്പടം ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുത്തു അവൻ കഴിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അതും കുറച്ച് കഴിച്ചോളൂ, അധികം കഴിച്ചിട്ടില്ല. പിന്നെ അതേ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ദക്ഷിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം, അവന് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ അവന് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം ഞങ്ങളിത് ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഉറക്കമുണ്ട് കണ്ണില്ല, പക്ഷെ ഉറങ്ങാതിരുന്ന് ഒറ്റയ്ക്ക് കളിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം കളിച്ചിട്ട് പിന്നെ അവ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടോ. പിന്നെ ഉറങ്ങി എണീറ്റിട്ട് ഞങ്ങൾ ഏട്ടനും ചേച്ചിയും കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാട്ടോ. അതിനെല്ലാം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചേച്ചി ഏട്ടന് വന്ന് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നിട്ട് അവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടനും ചേച്ചി വന്ന് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് ഞങ്ങളതേ പുറത്തേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. സച്ചുട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചി പറയുകയാണ്, എന്നെ കാണിക്കല്ലേ, ഞാൻ മുടി കെട്ടി കാണിക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഏട്ടൻ ഇതേ റെഡിയായി. അപ്പോൾ ഞങ്ങൾ പോവുക കേട്ടോ സച്ചുട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സച്ചുട്ടൻ എത്തി കേട്ടോ. കാണിച്ചു തരാം, ഇതാണ് സച്ചുട്ടൻ. അവനെ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടുണ്ടാവും, ചില വ്ളോഗിലൊക്കെ ഷോർട്സിലുണ്ടാവില്ലേ. അപ്പോൾ അവനെത്തി. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ദക്ഷിണ അവനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി.
വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു, കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ സച്ചുട്ടനിതാ കാണിക്കുന്നത്, ഞാൻ വീഡിയോ കാണിച്ചപ്പോൾ അവൻ മുഖം പൊത്തുക കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങിയത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞണ്ട് കറി ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ പൊറാട്ട ഉണ്ടായിരുന്നു, പിന്നെ വല്ലതും എന്തോ പുട്ട് അങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി. അപ്പം ഞങ്ങൾ എനിക്ക് എത്ര ഓർമ്മയില്ല എന്താണ്, ഞാൻ പൊറാട്ടയും ഞണ്ട് കറിയും കൂട്ടാട്ടോ കഴിച്ചത്. അപ്പോൾ ഏട്ടൻ ദക്ഷിണ കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വ്ളോഗ് എടുക്കേണ്ട കാര്യം മറന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചേച്ചിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനും ദക്ഷും സച്ചുട്ടനും അരിശാനും കൂടിയിട്ടാട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ പോയി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ചോറിനും ഉപ്പേരി, മീൻ കറി, മീൻ വറുത്തത്, അല്ല പച്ചക്കറി, മീൻ വറുത്തത്, ഉപ്പേരി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ക്രാബ് റോസ്റ്റ്, ഞാൻ ക്രാബ് റോസ്റ്റും ചപ്പാത്തി ആദ്യം എടുത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഏട്ടൻ ദക്ഷിണ വാരി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ദിവസം എന്തൊക്കെയാണ് നടക്കുന്നത് അതാട്ടെ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, ഇഷ്ടമില്ലെങ്കിൽ കാണാതെ പോവുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനിതേ ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഏട്ടൻ കണ്ടിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ ബാക്കിലൂടെ എന്തോ ആലോചിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ണീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഞാനും സച്ചുട്ടനും ദശുട്ടനൊക്കെ റെഡിയായി. അങ്ങനെ കാറ് കയറിയപ്പോൾ തന്നെ ദക്ഷിട്ട് ഉറങ്ങിയിട്ട്, ഒരു ഉച്ച സമയമായിരുന്നു, അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവൻ ഉറങ്ങി. അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടോ. ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓഫീസിൽ കയറിച്ചില്ല കേട്ടോ. പക്ഷേ അവിടെ കയറിയപ്പോഴാണ് അവനെ കാണാനില്ല, അവൻ അവിടെ ഇല്ല, അവൻ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ വേഗം ഓഫാക്കി. അവൻ്റെ ഓഫീസിൽ ആരൊക്കെ ഇരിക്കുകയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ സച്ചുട്ടൻ നോക്കിയപ്പോൾ അവനില്ല, അവൻ അങ്ങോട്ട് പുറത്തേക്ക് പോയിന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഉണ്ണി വേറൊരു സ്ഥലത്ത്, അവിടെ പിന്നെ ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒട്ടകത്തിനൊക്കെ കണ്ട് കുറച്ച് നേരം അതിനൊക്കെ നോക്കി നിന്നു. അപ്പം അതേ ഉണ്ണിയാണിത്, ഇവൻ്റെ പേര് അശ്വിൻ, ഉണ്ണിന്ന് ഞങ്ങൾ വിളിക്കും. അപ്പം അതേ ഉണ്ണിനെ കണ്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ച്. ഇവൻ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഓരോ ഷോർട്സിലൊക്കെ, ഇപ്പോഴല്ല ഒരു വർഷം മുന്നത്തെ ഷോർട്സിലൊക്കെ ഞാൻ അവനെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല കോഫിയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ യാത്ര പറഞ്ഞിറങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാ കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ആദ്യക്കൂട്ടിനും ഏട്ടനും ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷീജരമ്മയും അനുചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും പോവാട്ടോ, ഞാനും ശുഭാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഒരുമാതിരിയാണ്, കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പോൾ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് അരിശേട്ടൻ്റെ ഒപ്പം ഞാനും ഇറങ്ങി. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, പിന്നെ പോകുന്നതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പോരുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.